മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല, മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല. കടന്നുവന്ന ഓരോ വഴികളും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഭക്തരെ, നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല. ഭക്തരെ, വിജയം നേടാൻ ശ്രമിക്കുക. അസൂയ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. വേഗത്തിൽ ഓടുന്നവനല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ഭക്തരെ, സന്തോഷം ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, അത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ മനുഷ്യൻ വെറുക്കും, എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ സ്നേഹിക്കുന്നു. ഭക്തരെ, നിങ്ങൾ നിങ്ങളെ തന്നെ പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. ഓം നമഃ ശിവായ.